പ്രധാനമായിട്ടും 7 വൻകരകൾ ഏതൊക്കെയാണ്? ഏഷ്യ, യൂറോപ്പ്, ആഫ്രിക്ക, വടക്കേ അമേരിക്ക, തെക്കേ അമേരിക്ക, ഓസ്ട്രേലിയ, അന്റാർട്ടിക്ക. അതുപോലെ തന്നെ പറയുകയാണെങ്കിൽ ലോകത്തിലെ ഏറ്റവും വലിയ വൻകര ഏതാണ്? ഏഷ്യ വൻകരയാണ്. ഏറ്റവും വലിയ ഭൂഖണ്ഡം ഏഷ്യയാണ്. ലോകത്തെ ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള ഭൂഖണ്ഡവും ഇത് തന്നെയാണ്, ഏഷ്യ ഭൂഖണ്ഡമാണ്. ഇന്ത്യ ഉൾപ്പെടുന്ന ഭൂഖണ്ഡം ഏതാണ്? ഏഷ്യ ഭൂഖണ്ഡമാണ്. ഇന്ത്യ ഉൾപ്പെടുന്ന ഭൂഖണ്ഡം ഏഷ്യ ഭൂഖണ്ഡമാണ്. അതുപോലെ യൂറോപ്പിലാണ്. യൂറോപ്യൻ രാജ്യങ്ങളൊക്കെ എവിടെയാണ്? യൂറോപ്പ് എന്ന ഭൂഖണ്ഡത്തിലാണ്. അതുപോലെ തന്നെ പറയുകയാണെങ്കിൽ മഞ്ഞ് മൂടിയ ഭൂഖണ്ഡം ഏതാണ്? അന്റാർട്ടിക്കയാണ്. അതുപോലെ തന്നെ ഏറ്റവും ചെറിയ ഭൂഖണ്ഡം ഏതാണ്? ഓസ്ട്രേലിയയാണ്. ഏറ്റവും ചെറിയ ഭൂഖണ്ഡം ഓസ്ട്രേലിയയാണ്. അതുപോലെ തന്നെ ലോകത്തിലെ ഏറ്റവും ചെറിയ നദി ഏതാണ്? റോ നദി അമേരിക്കയിലാണ്. ഏതാണ്ട് 61 മീറ്റർ മാത്രമാണ് റോ നദിയുടെ നീളം. അതുപോലെ തന്നെ പറയുകയാണെങ്കിൽ റോ നദിയുടെ ലോകത്തിലെ ഏറ്റവും ചെറിയ നഗരം ഏതാണ്? ലോകത്തെ ഏറ്റവും ചെറിയ നഗരം വത്തിക്കാൻ സിറ്റിയാണ്. ലോകത്തിലെ ഏറ്റവും ചെറിയ ഭൂഖണ്ഡം ഏതാണ്? ലോകത്തിലെ ഏറ്റവും ചെറിയ വൻകര ഏതാണ്? ഓസ്ട്രേലിയയാണ്. അതുപോലെ 5 മഹാസമുദ്രങ്ങൾ ഏതൊക്കെയാണ്? പസഫിക് സമുദ്രം, അറ്റ്ലാന്റിക് സമുദ്രം, ഇന്ത്യൻ മഹാസമുദ്രം, ആർട്ടിക് സമുദ്രം, അന്റാർട്ടിക് സമുദ്രം. ഏറ്റവും വലിയ സമുദ്രം ഏതാണ്? പസഫിക് സമുദ്രമാണ്. പസഫിക് സമുദ്രം ഏതു പേരിൽ അറിയപ്പെടുന്നു? ശാന്തമഹാസമുദ്രം എന്ന് അറിയപ്പെടുന്നു. ലോകത്തിലെ ഏറ്റവും ആഴം കൂടിയ ഭാഗം ഏതാണ്? മറിയാന ഗർത്തം അല്ലെങ്കിൽ മറിയാന ട്രഞ്ച്. അതെവിടെയാണ്? പസഫിക് സമുദ്രത്തിലാണ്. അതുപോലെ തന്നെ ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയായ മൗണ്ട് എവറസ്റ്റ് കൊടുമുടി മൗണ്ട് എവറസ്റ്റ് പോലും താഴ്ന്നു പോകുന്ന തരത്തിലുള്ള ആഴമാണ് എവിടെയുള്ളത്? മറിയാന ട്രഞ്ചിലുള്ളത്. അതുപോലെ പറയുകയാണെങ്കിൽ ലോകത്തിലെ ഏറ്റവും വലിയ 2ാമത്തെ സമുദ്രമാണ് അറ്റ്ലാന്റിക് സമുദ്രം. അറ്റ്ലാന്റിക് സമുദ്രത്തിലെ ഏറ്റവും ആഴം കൂടിയ ഭാഗം ഏതാണ്? പ്യൂറിട്ടോ റിക്കോ ട്രഞ്ചാണ്. അതുപോലെ തന്നെ ഒരു രാജ്യത്തിന്റെ പേരിൽ അറിയപ്പെടുന്ന സമുദ്രം ഏതാണ്? ഇന്ത്യൻ മഹാസമുദ്രമാണ്. പസഫിക് സമുദ്രവും അറബിക്കടലും ബംഗാൾ ഉൾക്കടലും ഇന്ത്യൻ മഹാസമുദ്രവും കൂടി ഒന്നിക്കുന്ന സ്ഥലമാണേത്? കന്യാകുമാരി. അതുപോലെ ഇന്ത്യൻ മഹാസമുദ്രത്തിലെ ഏറ്റവും ആഴം കൂടിയ ഭാഗം ഏതാണ്? വാൾട്ടൺ ഗർത്തം അല്ലെങ്കിൽ ജാവ ഗർത്തമാണ്. അതുപോലെ ഇന്ത്യൻ മഹാസമുദ്രത്തിലുള്ള അമേരിക്കയുടെ സൈനിക താവളം ഏതായിരുന്നു? ഡീഗോ ഗാർഷിയ ആയിരുന്നു. ലോകത്തിലെ ഏറ്റവും ചെറിയ സമുദ്രം ഏതാണ്? ആർട്ടിക് സമുദ്രം ഉത്തര ധ്രുവത്തിൽ സ്ഥിതി ചെയ്യുന്നു. അതുപോലെ തന്നെ ആർട്ടിക് സമുദ്രം എവിടെയാണ്? ഉത്തര ധ്രുവത്തിൽ സ്ഥിതി ചെയ്യുന്നു. പസഫിക് സമുദ്രം, അറ്റ്ലാന്റിക് സമുദ്രം, ഇന്ത്യൻ മഹാസമുദ്രം, ആർട്ടിക് സമുദ്രം, അന്റാർട്ടിക് സമുദ്രം. അങ്ങനെ 5 മഹാസമുദ്രങ്ങളാണ് ലോകത്തുള്ളത്. 7 വൻകരകൾ. 7 വൻകരകളാണ് 7 വൻകരകളാണ് 7 ഭൂഖണ്ഡങ്ങൾ എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഇന്ത്യ ഉൾപ്പെടുന്ന വൻകരയാണ് ഏഷ്യ വൻകര. അതുപോലെ ലോകത്തെ ഏറ്റവും കൂടുതൽ പാൽ ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യം നമ്മുടെ ഇന്ത്യയാണ്. ലോകത്തെ ഏറ്റവും കൂടുതൽ പാൽ ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യം ഏതാണ്? നമ്മുടെ ഇന്ത്യയാണ്.